പ്രിയ സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ കുർബാന നാം അർപ്പിക്കുമ്പോൾ അദൃശ്യനായ ദൈവം നമ്മോടൊപ്പമുണ്ടെന്ന ബോധ്യം നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും നിറയ്ക്കുന്നു. ഈ ദിവ്യ രഹസ്യത്തിൻ്റെ കേന്ദ്രബിന്ദു പരിശുദ്ധാത്മാവിൻ്റെ എപ്പിക്ലേസിസ് അഥവാ ആവാഹനമാണ്. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം, അവിടുത്തെ സമ്മാനവും എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ഈ ബലിയർപ്പണവും നമുക്ക് പിതാവ് നൽകുന്ന അമൂല്യമായ സമ്മാനമാണ്. കൈകൾ അപ്പത്തിനും വീഞ്ഞിനും മുകളിൽ വിരിച്ച് പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് യാചിക്കുമ്പോൾ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. ഈ ആഹ്വാനം വഴി സാധാരണ അപ്പവും വീഞ്ഞും മിശിഹായുടെ തിരുശരീര രക്തമായി രൂപാന്തരപ്പെടുന്നു. ഇതൊരു മിസ്റ്ററിയാണ്. ആൻഡ് ദിസ് ഇസ് കോൾഡ് transubstantiation. The substance that we see in front of our eyes gets transformed into the body and blood of our Lord Jesus Christ. ഇവിടെ ഭൗതികമായ കാഴ്ചകൾക്കപ്പുറം വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ നാം ക്രിസ്തുവിനെ കാണുന്നു. സഹോദരങ്ങളെ, ഈ രൂപാന്തരം സാധ്യമാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അതുപോലെ നമ്മുടെ ജീവിതമാകുന്ന അൾത്താരയിലും ഈ ആത്മാവിൻ്റെ ഇടപെടൽ അനിവാര്യമാണ്. നമ്മുടെ കുറവുകളും ബലഹീനതകളും പാപക്കറകളും കർത്താവിൻ്റെ സാന്നിധ്യത്താൽ കഴുകി വെടിപ്പാക്കപ്പെടണം. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. വിശുദ്ധ കുർബാനയിലെ എപ്പിക്ലേസിസ് നമ്മെ ക്ഷണിക്കുന്നത് നമ്മുടെ ഹൃദയത്തെയും ക്രിസ്തുവിനായി ഒരുക്കുവാനാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന കൂടാരങ്ങളായി മാറുന്നു. ക്രിസ്തുവിനെ നാം നാവിൽ സ്വീകരിച്ച് വിശുദ്ധിയോടെ നാം ജീവിക്കുമ്പോൾ നാം ചലിക്കുന്ന സക്രാരികളായി മാറുന്നു. ഓരോ തവണ നാം കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും ഈ ആത്മാവിൻ്റെ ആഗമനത്തിനായി നമുക്ക് ആഴത്തിൽ ദാഹിക്കാം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ആ പ്രകാശം, ക്രിസ്തുവിൻ്റെ പ്രകാശം മറ്റുള്ളവരിലേക്ക് പകരാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഇന്നേ ദിവസം അനുഭവവേദ്യമാക്കട്ടെ. ആമേൻ.